നീ ആടാ ഇതെന്തോ സംഭവം? ഇതൊരു തോടല്ലോ. ഇതിപ്പം ആര് നികത്തി എങ്ങനെ നികത്തി എന്നല്ല, ഇതുപോലെയല്ല മാത്രം ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരടിക്കുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്കറിയത്തില്ല. രാത്രി 2 മണി തൊട്ട് 3 മണി ആ ഒരു സമയത്താണ് അവന്മാർ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത്. കുത്തക മുതലാളിമാർക്ക് അവർ. നമസ്കാരം, ഇത് വെഞ്ഞാറമ്മൂട് ഉദിമൂടാണ്. ഇവിടെ ഇന്ന് രാവിലെ അനധികൃതമായി മണ്ണിട്ട് വയൽഭൂമി നികത്തുന്നു. അത് നിരത്താൻ വേണ്ടി വന്ന JCB ഉൾപ്പെടെ വെഞ്ഞാറമ്മൂട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതറിഞ്ഞിട്ട് ഇവിടെ സമീപവാസികളെ വിളിച്ചാണ്. ഞാൻ വന്നപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച റോഡിൻ്റെ ടാറിൻ്റെ വേസ്റ്റ്. ഈ വേസ്റ്റെല്ലാം ഇവർക്ക് എങ്ങനെ കിട്ടുമെങ്കിൽ മനസ്സിലാവും, എവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം റോഡിൻ്റെ ടാറിൻ്റെ വേസ്റ്റ് കിടക്കുന്നത്. അത് മാത്രമല്ല, ഈ വയൽഭൂമി ഇങ്ങനെ നികത്തുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടുത്തെ മെമ്പർ ആണെന്ന് അറിയില്ല, മെമ്പർ ശ്രദ്ധയിൽപ്പെടണമല്ലോ. ഇതൊന്നും ആരുമില്ല. അത് മാത്രമല്ല, ഈ വരുന്ന പിള്ളേർ പറയുന്ന അവർ തടയാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവരെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. ഇവിടുത്തെ സമീപവാസികളായ കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കാം. നമുക്ക് ഇവിടെ ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാക്കിയിട്ട് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ എതിർത്തിട്ടും ഞാൻ അറിയാൻ കഴിഞ്ഞത് നിങ്ങളെന്തോ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആരൊക്കെ മർദ്ദിക്കാൻ ശ്രമിച്ച് പിടിച്ചിടാൻ ശ്രമിച്ചു അറിഞ്ഞാൽ ശരിയാണോ? അത് ഇന്ന് രാവിലെ വന്ന് തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ പറഞ്ഞ JCB ഓണർ വന്നിട്ട് ഈ തടഞ്ഞു നിർത്തിയ ആളുടെ ആയിട്ട് വീഡിയോ കണ്ടതാണ്. കണ്ടു അത്. കാരണം വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുന്നത് മോശമായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി ഒരു പുരയിടം നികത്തുക എന്നത് എന്തായാലും വയലല്ലേ. തണ്ണീർത്തടം എന്ന് പറയുന്ന സാധനം തന്നെയാണ്. നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് സാധാരണക്കാർ ജീവിക്കുന്ന എന്തിനാണ്? ഒരു തണ്ണീർത്തടത്തിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരുള്ളതാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ ഇത്. ഇതിപ്പോൾ ആരുടെ എന്താ എങ്ങനെയൊന്നും നമ്മളില്ല. ഇതിപ്പോൾ പാർട്ടിയാണോ വേറെ ബന്ധങ്ങളുണ്ടോ, അങ്ങനെ അവർക്ക് ആ ഒരു എന്തോ വെച്ചാൽ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴത്തേക്ക് മെമ്പർ ഇല്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞോളൂ. മെമ്പർ ചുമതലയേക്കാൻ പോകണം. മെമ്പറെ പറയേണ്ട കാര്യമില്ലല്ലോ. മെമ്പർ എന്ന് പറയുമ്പോൾ മുന്നത്തെ മെമ്പറെ പറയേണ്ടി വരുമെങ്കിൽ. കാരണം ഇപ്പം മെമ്പർ ഇല്ലല്ലോ. കാരണം ഇപ്പം അതവർക്ക്, അതായത് നികത്തുന്നവർക്ക് ഏറ്റവും പറ്റുന്ന ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത് ഇപ്പം മെമ്പർ ഇല്ലാത്ത സമയത്ത് ചെയ്യാം. കാരണം എന്ത് പറയാ, എന്താണ് പുതിയ മെമ്പർ ചുമതല ഏറ്റിട്ടുമില്ല, പഴയ മെമ്പർ സ്ഥാനം ഒഴിയുക. അപ്പം ഇതിനൊരു ഗ്യാപ്പ് വരുമല്ലോ. ആ സമയത്ത് അതിപ്പം ആർക്കാരും ചെയ്യാൻ, അവർക്കെന്നല്ല, ഇത് ഇനി ആരോ എന്നല്ല, എനിക്കാരും ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കി ഇതെന്തോ സംഭവം? ഇതൊരു തോടല്ലോ. ഇതിപ്പം ആര് നികത്തി എങ്ങനെ നികത്തി എന്നല്ല, ഒരു തടത്തിയാണ് ഇല്ലാതാക്കുന്നത്. ഇത് അനുമതി ആരാ കൊടുത്തേ? ഇതിപ്പോ ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്തോട്ട് അതും കറക്റ്റാണ്. ഇത് എന്നതല്ല, ഇത് ഈ ഒരു പ്രോപ്പർട്ടിയോ ഈ നികത്തിയ ആളോ അല്ല. ഈ സാമൂഹികമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും പ്രവർത്തിക്കുന്ന ആൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ജീവിക്കുന്ന ഒരു പ്രത്യേക ഒരു ഘടനയിലാണ് ജീവിക്കുന്നത്. അതായത് നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക. നമ്മളെല്ലാം സാധാരണക്കാരാണ്. പക്ഷേ ഈ സാധാരണക്കാരനെ ഇതിപ്പോൾ അവർ നികത്തുന്നുണ്ട്. നികത്തിയിട്ട് എന്ത് ചെയ്യാനാ? ഫ്ലാറ്റ് വയ്ക്കാനോ വീട് വയ്ക്കാനാക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ ആരെങ്കിലും എന്ത് കൃഷി ചെയ്ത് ജീവിക്കത്തില്ലയോ? കൃഷി ചെയ്യാൻ പറ്റത്തില്ലയോ? ഇതിനകത്ത് 4 പേർ, അതെന്തോ സംഭവം എന്നറിയാമോ? 4 പേരെ വിളിച്ച് ഒരു ദിവസം കൃഷി ചെയ്യണമെങ്കിൽ 4000 രൂപ പോകും. അപ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം ചെയ്ത് ഒരു ഫ്ലാറ്റ് കെട്ടിക്കഴിഞ്ഞാൽ 4000 ഇങ്ങോട്ട് കിട്ടും. ഇതുപോലെ ഈ സംഭവം നിങ്ങൾ കണ്ടോ? ഇതെല്ലാം കട്ടിമണ്ണ് ഇടിച്ച മണ്ണല്ല. ഇതെല്ലാം റോഡ് പൊളിച്ചാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് പൊളിച്ചു കൊണ്ടിടുന്നതാണ്. ഇത് ആര് കൊണ്ടിട്ടോ എങ്ങനെയെന്ന് അറിയത്തില്ല. നമ്മൾ വഴിപോക്കരാണ്. ഈ സംഭവം എന്തായാലും റോഡ് പൊളിച്ചതിൻ്റെ വേസ്റ്റാണ്. ഞാനൊരു ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കണ്ടോ, ടാറാണ്. പഴയ ടാറ് പൊളിച്ച് കൊണ്ടിവിടെ ഈ ഒരു വയൽ നികത്തുകയാണ്. നമ്മൾ പോയപ്പോൾ ഇങ്ങനെ ഒരു ലോറിയും ഇതുമൊക്കെ പോണ കണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. എന്നിട്ട് രാവിലെ ലോറി കസ്റ്റഡിക്കുകയും ചെയ്തു, JCB കസ്റ്റഡിക്കുകയും ചെയ്തു. അതാണ്. അതുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് വന്ന ആൾക്കാരെയൊക്കെ തടയാൻ ശ്രമിച്ചു എന്നൊക്കെ ഞാൻ കേട്ടു. അതിന്റെ വിഷ്വലൊക്കെ കണ്ടു. ശരിയാണോ? അതൊക്കെ ശരിയാണ്. നിങ്ങൾ സമീപവാസികളാണ്, ആൾക്കാരാണ്. സംഭവം നടക്കുന്നുള്ള വാസമാണ്. പക്ഷേ ഈ മണ്ണെല്ലാം റോഡിന്റെ വേസ്റ്റ് ആണോ അടിച്ചേക്കുന്നത്? അതെ, മൊത്തം ടാറും കാര്യങ്ങളുമാണ്. ഇവിടെ ഈ റോഡ് പണി നടക്കുന്നില്ലേ, അതിന്റെ വേസ്റ്റ്. കറക്റ്റ് പറഞ്ഞാൽ റോഡ് കട്ട് ചെയ്ത് ഞാൻ ഒരു ഹിറ്റ്, അതുകൊണ്ടാണ് പറഞ്ഞത് റോഡ് കട്ട് ചെയ്തതിന്റെ വേസ്റ്റ്. അത് ഞങ്ങളുടെ ഇതിപ്പോ എന്തായാലും ആരും കള്ളം പറയത്തില്ലല്ലോ. വിഷുവിൽ എന്തായാലും കള്ളം പറയത്തില്ലല്ലോ. ഈ പറയും പോലെ ഒരു ദിവസം ഒരു പണിക്കാർ നിർത്തി കഴിഞ്ഞാൽ 1000 രൂപ കൂലി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എളുപ്പ വഴി അങ്ങ് നികത്തി കളഞ്ഞ ഒരു ഫ്ലാറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബാക്കി കൊടുക്കുക, ഒരു വിചാരമായിരിക്കും കാശുണ്ടാക്കാനുള്ള മാർഗം. പക്ഷെ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സാമൂഹിക അന്തരീക്ഷം, ഒരു വ്യവസ്ഥിതി, പ്രകൃതിയായിട്ടുണ്ടാക്കിയൊരു വ്യവസ്ഥിതി. കാരണം ഇതിൻ്റെ
മുകളിൽ കാണും, കടലാണിപ്പാറയാണ് എൻ്റെ മുകളിൽ കാണുന്നത്. പ്രകൃതിയൊക്കെ ഈ പാറയൊക്കെ വെച്ചൊക്കെ പറഞ്ഞാൽ മീൻസ് അതൊക്കെ പ്രകൃതിയുടെ കാര്യങ്ങളാണ്. സ്വാഭാവികമായുള്ള നീരൊഴുക്ക് തടയുന്ന പ്രവൃത്തി, ഒരു കുഞ്ഞു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ട് കുറേ ഏറെക്കാലമായി. ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന സ്വാഭാവികമായ സന്തുലനാവസ്ഥയെ തകർത്തുകൊണ്ട് മറ്റുള്ള രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കാണ് ഇതെല്ലാം ഉണ്ടാകുന്നതും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും, വേനൽ വന്നാൽ കൊടും വേനലുമാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളിവിടെ നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയല്ല മാത്രം ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരടിക്കുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്കറിയത്തില്ല. ഇനിക്കലിന് പോകണം നമ്മൾ ഈ ഒരുപാട് പേരുണ്ട് ഇവരെ, ഞാൻ ഉൾപ്പെടെ പലരും അറിയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഇതുപോലെ പലരും കാണുന്നവരുണ്ട്, പലരും പറഞ്ഞു തരും. ഇതുപോലെ ഒരുപാട് പ്രദേശവാസികളുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, ഇത് അവർ വെറുതെ അടിക്കുന്നതാണെന്നുണ്ട്. ഇതിന് വലിയ വമ്പ എന്തോ കിട്ടിക്കാണും, അതുകൊണ്ടാണ് ഇവിടെ വെറുതെ അടിച്ചത്. ഇനിയുണ്ട്. ചെറിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ടാർട്ട റോഡുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞ വെള്ളപ്പൊക്കമാണ്. തുറന്നു പറയാല്ല, വെള്ളപ്പൊക്കമാണ്. സാധാരണക്കാരന് പോകണമെങ്കിൽ ബോട്ട് പിടിച്ച് ബോട്ട് ഉണ്ടായിക്കൊണ്ട് പോകേണ്ടി വന്ന ഗതികേടിലാണ്. ഈ നീരൊഴുക്ക് തടഞ്ഞാൽ പിന്നെ വെള്ളം എങ്ങോട്ട് വിടും? ഇതാണ് അവസ്ഥ. ഈ പറയും പോലെ വെഞ്ഞാറമൂട് പ്രദേശത്ത് ഈ ഉദിമൂട് അതുപോലെ തന്നെ അവിടെ ഒരു പരാതി വന്നിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് പയ്യന്മാർ നമ്മളെ ഓരോ സ്ഥലങ്ങളായിട്ട് കൊണ്ട് കാണിക്കുകയാണ്. കാരണം അവിടെ മാത്രമല്ല സകല സ്ഥലങ്ങളിലും ഈ വയലുകളൊക്കെ നികത്തി, അതും റോഡിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഭീകരമായ കാഴ്ച, സ്വാഭാവികമായ തണ്ണീർത്തടങ്ങളെ തടയുന്ന കാഴ്ച, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മളെ കൊച്ചു പിള്ളേരെ കാണിച്ചു തരുന്നത്. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പിള്ളേരൊക്കെ ഇന്ന് രാവിലെ ഈ JCB കയറിയപ്പോൾ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ദൃശ്യങ്ങളും അവർക്ക് തന്നു. ആ ദൃശ്യങ്ങളൊക്കെ ഇതാണ്. നീ ആടാ വീഡിയോ എടുത്താ? നീ വീഡിയോ എടുത്തത് ഇവിടെ പോലീസുകാരനാ വീഡിയോ എടുക്കും. നിനക്ക് എന്താ ചെയ്യാണ്ട? ചെയ്തു നോക്കടാ. ഫിലിപ്പോസിന്റെ പറഞ്ഞല്ലേ നീട് സാറേ ഇതുണ്ട ആര് എടാ സ്ഥലത്തെല്ലാം കണ്ട മണ്ണെന്ന് പറഞ്ഞാൽ ദൈവത്തെ മണ്ണാണ്. എനിക്ക് അറിയില്ല ചേട്ടാ, എന്താണ് ഈ മണ്ണ് ഇങ്ങനെ, ഈ മണ്ണാണ് അവിടെ അടിച്ചേക്കുന്നത് അല്ലേ? ഇതൊരു സാമ്പിളിന് വേണ്ടി ഇട്ടേക്കുന്ന സാധനമാണ് ചേട്ടാ. ഈ കാണുന്ന അവിടെ കണ്ടില്ലേ കുഴിയാട്ടി കിടക്കുന്ന, അതൊരു അപകടാവസ്ഥയിൽ തന്നെ കിടക്കണം. എന്നാലും പോട്ടെ, അവിടെ നിന്ന് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവർ കുഴിച്ച്, ഇവർ ഈ കുഴിച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന മണ്ണുണ്ടല്ലോ, നാട്ടുകാരെ കണ്ണിൽ പൊടിയിടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതേപോലെ കുറച്ചിടത്ത് ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അത് ഒരു ടിപ്പറിനുള്ള മണ്ണ് ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇത് കണക്കുള്ള ഇത് കണക്കുള്ള വിറ്റ് ഈ നിലമെല്ലാം കൂടെ നിവത്തി അങ്ങനെയുള്ള പരിപാടിയാണ് അവന്മാർ പോണത്. കാരണം വേസ്റ്റ് മണ്ണെന്നല്ലേ പറയണം അവർ. ടാർ ഉൾപ്പെടെയുള്ള മണ്ണ്, ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് അടിക്കുന്ന വെച്ചിട്ട് അവിടെ കൊണ്ടങ്ങിടും. രാത്രി 2 മണി തൊട്ട് 3 മണി ആ ഒരു സമയത്താണ് അവന്മാർ വണ്ടി കൊണ്ട് ഇറങ്ങുന്നത്. ഉണ്ടല്ലോ, വിഷ്വലുണ്ട്, വിഷ്വൽ നിങ്ങൾക്ക് തരാം. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ റോഡ് കുഴിച്ചു കഴിഞ്ഞാൽ
തിരിച്ച് സ്വകാര്യ വ്യക്തിയുടെ ഒരു പുരയിടത്തിലിടാനായിട്ട് ജിയോളജി പാസ് കൊടുക്കൂ? ഞങ്ങൾക്ക് അറിയത്തില്ല, സാധാരണക്കാരന് അറിയത്തില്ല ജിയോളജി പാസ് കൊടുക്കുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ സാധാരണക്കാർ പയ്യന്മാരാണ്, നമുക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ഇതിപ്പോൾ റോഡ് പൊളിച്ചിട്ട് ഒരു കൂന ഇവിടെ ഇട്ടിട്ട് ബാക്കി കണ്ടവൻ്റെ പേടത്തിൽ കൊണ്ടിട്ട് നമ്മുടെ കാശാക്കുമ്പോൾ ജിയോളജിന് സപ്പോർട്ടാണോ? ഞാനിത് തൊട്ട് വന്നപ്പോഴത്തേക്ക് 1, 2, 3 അല്ല, ഇങ്ങനെ ഒരു ഏരിയ മൊത്തം വ്യാപകമായ ജിയോളജിക്കൽ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഈ ഒരു പാറയൊക്കെ എനിക്ക് പണ്ട് കണ്ട ഓർമ്മയുണ്ട്. ഇത്രയും പൊക്കത്തിന് ഇവിടേക്ക് വന്ന് വിശ്രമിക്കുന്നൊരു വലിയ പാറയായിരുന്നു. ആ പാറയൊക്കെ യാതൊരു ഇതുമില്ലാതെ ഇടിച്ച് തകർത്തിരിക്കുന്നു. തൊട്ടപ്പുറത്തെ വീടുകൾക്ക് 50 മീറ്റർ അപ്പുറത്തുള്ള വീടുകൾക്ക് വരെ നാശനഷ്ടം സംഭവിച്ചു. ഇത് പിന്നെ നിങ്ങൾ ആരുടെ വീടാണത്? എൻ്റെ ചേട്ടൻ്റെ വീടാണ്. കാര്യം ഇവിടെ ഒരു 50 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല. കാര്യം ആ വീടിന് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം ഈ പാറ പൊട്ടിച്ചതിന് ശേഷം. കാര്യം ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിനുവേണ്ടി പ്രതികരിച്ചതിന് ശേഷം എൻ്റെ ചേട്ടൻ ഒരു 5-6 പേര് ചേർന്ന് അടിക്കുകയും. ഈ പാറയുടെ ആൾക്കാരോ? കുറേ ഈ പാറയുടെ ഒരു പരിധി വീടൊന്ന് കാണിച്ചു തരാൻ പറ്റും? ഒരുപാട് നിങ്ങൾ വീടത്തൊക്കെ നടന്ന് ഒരുപാട് പാറക്കോറിലേക്ക് കയറി എങ്കിൽ പോലും ഒരു വലിയ അഴിമതി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. ഇതാണ് മോനെ പൊട്ടിയ സാധനങ്ങളൊക്കെ? ഇതാണ് മതിലൊക്കെ പൊട്ടി. മതിലും ഇത് മാത്രമല്ല, കുറേ അധികം കാര്യങ്ങളുണ്ട്. ഈ വെടി പൊട്ടിക്കുമ്പോഴാണ് സാധനം അത് പൊട്ടി. ഇത് കണ്ടോ, വീടൊക്കെ പൊട്ടിയല്ലേ? വീടിൻ്റെ ഈ സൈഡും അതെല്ലാം പൊട്ടിയായിരുന്നു. അതെല്ലാം പൊട്ടി. ഓ ശരി. കാര്യം ചേട്ടൻ ഒരു വർഷക്കാലം ഈ സ്ഥലത്ത് ഇവിടെ ഇല്ലായിരുന്നു, കാര്യം ഗൾഫിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പ്രതികരിച്ചപ്പോൾ പുള്ളി അടിക്കുകയും ചെയ്തു. പ്രതികരിച്ചായിരുന്നു, കാര്യം വന്നതിന് ശേഷം പ്രതികരിച്ചായിരുന്നു. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്ന് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. വെഞ്ഞാറമൂട് തന്നെയുള്ള ദീപാനഗർ, ആലന്തര അടുത്തുള്ള ദീപാനഗർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയും വ്യാപകമായിട്ട് ഇങ്ങനെ വയലൊക്കെ നികത്തിയൊക്കെ കരഭൂമിയാക്കി കഴിഞ്ഞു. അത് മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് മണ്ണിടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ജിയോളജി വകുപ്പിന് അനുവാദം കൊടുത്തതല്ലോ അറിയാമോ? ജിയോളജി വകുപ്പിൽ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. മറ്റേ പുള്ളിക്ക് കറക്റ്റ് അറിയായിരുന്നു. പക്ഷേ ഇത് സംഭവം മണ്ണിടിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വയൽഭൂമി ഇങ്ങനെ നികത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. ഇതിനൊക്കെ ആര് ഇവിടുത്തെ മെമ്പർമാർക്ക് അല്ലെ മുൻ മെമ്പർമാരൊന്നും അനുവാദം കൊടുക്കാതൊക്കെ നടക്കുമോ? എനിക്കറിയുന്നില്ല, തോന്നുന്നില്ല. എന്തായാലും സംവിധാനങ്ങൾ കൂടെ നിൽക്കാതെ ഇത്തരം അതിക്രമം നടക്കില്ല എന്ന് തന്നെയാണ് വിസ്മയ ന്യൂസിന്റെ വിശ്വാസം. കാരണം ഇത്രയും വ്യാപകമായി ഈ പറയുന്ന എൻ്റെ പുറകിൽ കാണുന്ന ഈ ഭൂമിയൊക്കെ വ്യാപകമായി നികത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, വലത് സൈഡിൽ മണ്ണിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മണ്ണിടിക്കാനും മണ്ണ് വിൽക്കാനും മണ്ണുകൊണ്ട് നികത്താനും ഒക്കെ പിന്നെ നിയമത്തിൽ വശമുണ്ടോ, നിയമം അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. വെഞ്ഞാറമൂട് ആലന്തറയാണല്ലേ? ഇവിടെയും വ്യാപകമായിട്ട് ഇങ്ങനെ നികത്തുകയാണ് വയല്. നോക്കിയറിയാലോ, മൊത്തം ടാറിന്റെ വേസ്റ്റും കോൺഗ്രസ് സ്ലാവൊക്കെയാണ്. ഇത് ആരാണ് ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ സാധാരണക്കാരൻ നമുക്ക് ചോദിക്കാം. ആരോടെ ചോദിക്കുകയാണ് വേണം? മെമ്പറുടെ ചോദിക്കാൻ പറ്റുമോ? മെമ്പറുടെ കോൺട്രാക്ടർ ആര്? നമുക്കറിയത്തില്ല. നമ്മൾ സാധാരണക്കാർക്ക് ഒന്നും അറിയത്തില്ല. നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയി കൂലി ചോദിക്കുന്ന സാധാരണക്കാരാണ്. നമുക്കറിയത്തില്ല ആരുടെ ചോദിക്കണമെന്ന്. പക്ഷേ ഇതുപോലെ കാണുമ്പോൾ നമുക്കും വിഷമം വരും. കാരണം ഞങ്ങളും നമ്മളെ പൂർവികരായാലും പോലും വയലിൽ പണിയെടുത്ത് ജീവിച്ചുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്കറിയാം, ഇതൊക്കെ വിശാലമായ നെൽവയൽ. ഞാൻ പണ്ട് ഇവിടെ കളിച്ചു വളർന്ന ആളാണ്, എനിക്കറിയാം. ഇവിടെ വിശാലമായ നെൽവയലുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് കാണുമ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം വന്ന് ഈ കാഴ്ച കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വന്നു. ഫ്ലോട്ട് തിരിക്കുകയാണ്. ഇതിപ്പോൾ കെട്ടിയെടുത്തിട്ട് ഇത് നാളെ ഒരു 10 വർഷം, ഒരു മാക്സിമം വേണ്ട 1 വർഷത്തിനകത്ത് ഇത് നികരും. ഇത് നികത്തി എടുത്തിട്ട് അവർ ഫ്ലാറ്റ് വയ്ക്കുകയോ വീട് വയ്ക്കുകയോ എന്ത് ചെയ്യും? കുത്തക മുതലാളിമാർക്ക് അവർ കൊടുക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ
ആലന്തറയിൽ പണിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഞാൻ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അത് പണി പൂർത്തിയായി. ഫണ്ടക്കാരൻ വെച്ച് 20 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിന് സമീപമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായി വയൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ സങ്കടമുള്ള നമ്മുടെ പാവപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരാണ് നമ്മളെ വിളിച്ചത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതൊന്നുമില്ല, കണ്ടതിനേക്കാൾ കൂടുതൽ മലയിടിച്ചിൽ, അതുപോലെ തന്നെ പാറ പൊട്ടിക്കൽ തുടങ്ങി ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് ഈ ചെറുപ്പക്കാരൊക്കെ നമുക്ക് വിരൽ ചൂണ്ടി തരുന്നത്. കാരണം അവർക്കിതൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളതാണ്. പുതിയ പിള്ളേരാണെങ്കിൽ പോലും അവർ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഞാൻ ആദ്യം തന്നെ എല്ലാ അഭിനന്ദനവും അർപ്പിക്കുകയാണ്. കാരണം അവരൊക്കെ കട്ടയ്ക്ക് നമ്മളെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു അവസ്ഥ കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കണ്ണില്ലാത്തവരെ കാണുക, കാരണം ഇത് കണ്ടോ, റോഡ് വേസ്റ്റ് അതുപോലെ തന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് നിവർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് വല്ലാത്ത ഭീകര കാഴ്ചയാണ്. പാരിസ്ഥിതിക പ്രവർത്തകരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾ പുറത്ത് കൊണ്ടുവരികയാണ്. ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, തിരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.